പഠനത്തിനായും പിന്നീട് തൊഴിൽ തേടിയും നമ്മുടെ രാജ്യത്ത് നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ലക്ഷക്കണക്കിന് യുവതി യുവാക്കളാണ് വിദേശത്തേക്ക് കുടിയേറ്റം നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ കുടിയേറ്റം ഒരു അനിവാര്യതയാണെന്ന് പറയേണ്ടതായിട്ട് വരും. നമുക്ക് നിരുത്സാഹപ്പെടുത്താൻ പറ്റുന്ന കാര്യമല്ല പൂർണ്ണമായിട്ടും. കാരണം ഇവിടെ എല്ലാവർക്കും, പഠിച്ചിറങ്ങുന്ന മുഴുവൻ ആളുകൾക്കും തൃപ്തികരമായ തൊഴിൽ നൽകുന്നതിന് ഉള്ള ഒരു സംവിധാനം അത്രമാത്രം നമ്മുടെ സംസ്ഥാനമോ നമ്മുടെ രാജ്യമോ വളർന്നിട്ടില്ല. അതുകൊണ്ട് ഈ വിദേശ കുടിയേറ്റം ഒരു പരിധിയോളം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതല്ല. ഈ പഠനത്തിനായും തൊഴിൽ തേടിയും വിദേശത്തേക്ക് കുടിയേറ്റം നടത്തുന്നതിൽ എത്ര ആളുകൾ ഒരു പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷന് വിധേയമാകുന്നുണ്ട്, അഥവാ ഒരു പ്രീ മൈഗ്രേഷൻ ഓറിയന്റേഷന് വിധേയമാകുന്നുണ്ട്. ഇതൊരു ഒരു ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു ആശയമാണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ്. താൻ പോകുന്നത് എങ്ങോട്ടാണ്, ഏത് രാജ്യത്തേക്കാണ്, അവിടെ ഏത് യൂണിവേഴ്സിറ്റിയാണ്, അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണ്, ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അവിടെ ഉള്ള താമസം എങ്ങനെയാണ്, കാലാവസ്ഥ എങ്ങനെയാണ്, എത്രമാത്രം ചെലവ് വരും, ഈ പഠന പ്രക്രിയ, അതിൻ്റെ സിലബസ്, സ്കീം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, പഠിച്ചിറങ്ങിയാൽ അവിടെ തന്നെ തുടർന്നൊരു തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ, PR ലഭിക്കാൻ സാധ്യതയുണ്ടോ, എത്രമാത്രം ചെലവ് വരും, തങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഏജൻസി വിശ്വസിക്കാവുന്ന ഏജൻസിയാണോ, ആ ഏജൻസി തന്നെ പറഞ്ഞു വിട്ട് അല്ലെങ്കിൽ അവരുടെ കീഴിൽ തന്നെ പുറത്തു പോയി വിജയം കൈവച്ചവരുടെ ആരുടെയെങ്കിലും ചരിത്രം നിങ്ങൾക്കറിയാമോ? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് പഠിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഈ പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷൻ അഥവാ പ്രീ മൈഗ്രേഷൻ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇത് അനിവാര്യമായ ഒരു കാര്യമാണ്. അതില്ലാതെ വിദേശത്തൊക്കെ പോയാൽ ചിലപ്പോൾ താൻ പ്രതീക്ഷിച്ച സ്ഥാപനമല്ല, പ്രതീക്ഷിച്ച പഠന പ്രക്രിയയല്ല, പ്രതീക്ഷിച്ച കാലാവസ്ഥയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് കടന്ന് കയ്യും കാലും വിട്ട് അടിച്ചിട്ട് കാര്യമില്ല. ഈയിടെ ഒരാൾ കാനഡയിൽ പോയ ഒരാൾ അവിടെ തണുപ്പാണ് എന്നും പറഞ്ഞ് ഇവിടുന്ന് ദശലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് പോയത്. തണുപ്പാണ് എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നത് അറിയാനിടയായി. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷന് വിധേയമായിട്ട് വേണം നമ്മുടെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പഠനത്തിനും തുടർന്ന് ജോലിയൊക്കെ തേടി പോകാൻ.